ദാറുൽ ഫലാഹിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഖത്തീബ് ഹാഫിദ് അബ്ദുറഹ്മാൻ അൻവരി ഉസ്താദ് അവർ സന്നിധാന പ്രഭാഷണം നടത്തുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. جنات عدن يدخلونها تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. صدق الله مولانا العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم من قرأ القرآن واستظهره وحفظه أدخله الله الجنة وشفعه في 70 من أهل بيته كلهم قد استوجب النار. صدق الرسول النبي الكريم. ബഹുമാന്യരായ അധ്യക്ഷനവർകളെ, ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി അവർകളെ, അതുപോലെ ഇവിടുത്തെ മുദരിസ് ഹാഫിദ് ഉസ്മാൻ അഹമ്മദ് അൽ ഖാസിമി അവർകളെ, അതുപോലെ തൊട്ട് മുമ്പ് നമുക്ക് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട MLA യൂസുഫ് അവർകളെ, അതുപോലെ ഈ സദസ്സിലും വേദിയിലുമായി ഉപേക്ഷിതരായിട്ടുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസി അവർകളെ, സദസ്സിലുള്ള മറ്റു സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. അരമണിക്കൂർ എന്ന് നിശ്ചയിച്ച സംസാരത്തിന് 10 മിനിറ്റിലേക്ക് എങ്ങനെ ഞാൻ ഒതുക്കും എന്നതിനെക്കുറിച്ച് വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തിക്കൊണ്ട് ബാക്കി മുഖ്യപ്രഭാഷകനെ ഞാൻ ഏൽപ്പിക്കാം എന്ന് അറിയിച്ചുകൊണ്ട് സന്നദ്ധദാന പ്രഭാഷണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ നാം ഇവിടെ നമ്മുടെ ഇന്ന് 8 വിദ്യാർത്ഥികൾക്ക് സനദ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലെ ബഹുഭൂരിപക്ഷവും നമ്മുടെ മഹല്ലിൽപ്പെട്ട വിദ്യാർത്ഥികളാണെന്നിരിക്കെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ് സാധിച്ചെടുത്തത് എന്ന് ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ഫാത്തിറിൽ ഉള്ള ഏതാനും 1-2 ആയത്തുകളാണ് നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിനെ അവന്റെ അടിമകളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നും തൊട്ടടുത്ത സമുദായത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശമായി കൊടുക്കുമെന്നും
ആ കൊടുക്കപ്പെടുന്ന ആളുകളിൽ സ്വശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരും കൂടുതൽ നന്മകൾ ചെയ്യാത്തവരും ഒരുപാട് നന്മകൾ ചെയ്ത് മുന്നേറുന്നവരും ആയിട്ടുള്ള 3 വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഉണ്ടാകുമെന്നും ഈ 3 വിഭാഗങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നും സ്വശരീരത്തിനോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ അവർ മഗ്ഫൂറൻ ലഹു ആണ്, അവർക്ക് പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നും കൂടുതൽ നന്മ ചെയ്യാതെ കൂടുതൽ തിന്മ ചെയ്യാതെ പോകുന്ന ആ വിഭാഗത്തിന് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് പറഞ്ഞതുപോലെ ഒരു ചെറിയ വിചാരണയ്ക്ക് അവരെ വിധേയമാക്കുകയും സാബിഖും ബിൽ ഖൈറാത്തി നന്മയിലൂടെ മത്സരിച്ച് മുന്നേറുന്ന ആളുകൾക്ക് ഫഉലൈക യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ് വിചാരണ കൂടാതെ അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്നും സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രബോധന ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു തആല തെരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു നൽകിയ സ്ഥാനമാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. തെറ്റ് ചെയ്തവരായിരുന്നിട്ട് പോലും അവർക്ക് പശ്ചാത്തപിക്കാതിരുന്നെങ്കിൽ പോലും അവർക്ക് പൊറുക്കപ്പെടുമെന്നും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ആ സ്വർഗത്തിൽ അവരെ പട്ടും സ്വർണവുമെല്ലാം ധരിപ്പിക്കുമെന്നും പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആൻ വസ്തൽഹറഹു വഹഫിളഹു, ആരെങ്കിലും ഖുർആനിനെ പാരായണം ചെയ്യുകയും ഖുർആനിനെ മനഃപ്പാഠമാക്കുകയും ചെയ്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയെ, ആ മനഃപ്പാഠമാക്കിയ കുട്ടിയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും വശഫഅഹു ഫീ 70 മിൻ അഹ്ലി ബൈതിഹി, അവന്റെ കുടുംബക്കാരിൽ നിന്നും 70 ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാനുള്ള ശുപാർശക്കുള്ള അവസരം അവർക്ക് നൽകുമെന്നും കുല്ലുഹും ഖദ് ഇസ്തൗജബൻ നാർ, ഈ 70 ആളുകളും നരകം നിർബന്ധമായ ആളുകളായിരിക്കും. അങ്ങനെ നിർബന്ധമായ ആളുകളെ, അതിൽ നിന്നും 70 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിയുടെ, ഈ വിദ്യാർത്ഥിയുടെ, അല്ലെങ്കിൽ ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആൻ പാരായണം ചെയ്ത ആ കുട്ടിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള, നരകം നിർബന്ധമായ 70 ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട കോടാനുകോടി ജനങ്ങളോട് അവിടെയുണ്ടായ ആ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട്, നിശബ്ദമായ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട്, ഹലുമ്മു യാ അഹ്ലൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളെ നിങ്ങൾ വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ ആളുകളെ വിളിക്കപ്പെടുകയും ഖുർആൻ പഠിക്കുകയും അതുപോലെ തന്നെ അവൻ പണ്ഡിതനാവുകയും ചെയ്ത ആ ആളുകൾ, ആ വിദ്യാർത്ഥികളെ, അല്ലെങ്കിൽ നമുക്ക് ഇന്നിവിടെ സനത് കൊടുത്തവരടക്കമുള്ള ആ വിദ്യാർത്ഥികളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയിട്ട്, അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെല്ലാം ദുനിയാവിൽ വെച്ചത് പഠിക്കാനും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് വേണ്ടിയും ആരെല്ലാമാണോ സഹായിച്ചത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ആരെല്ലാമാണ് തെരഞ്ഞെടുക്കാനുള്ളത്, അവരെയും കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്നവർക്ക് അവകാശം, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനഃപ്പാഠമാക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം അഹ്ലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം അഹ്ലല്ലാഹ്, അല്ലാഹുവിന്റെ അഹ്ലുകാരെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന്, അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, അലില്ലാഹി അഹ്ലുൻ, അല്ലാഹുവിന് അഹ്ലുകാരുണ്ടോ, അല്ലാഹുവിന് കുടുംബക്കാരുണ്ടോ?
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അള്ളാഹുവിന് അഹ്ലുകാരുണ്ട്. അഹ്ലുല്ലാഹി ഫിദ്ദുനിയാ, അള്ളാഹുവിന്റെ അഹ്ലുകാര് ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ അഹ്ലുകാരാണ്, ഖുർആൻ പഠിച്ചവരാണ്, ഖുർആൻ പാരായണം ചെയ്തവരാണ്, അത് പഠിക്കാൻ വേണ്ടി സഹായിച്ചവരാണ്, അതുമായി ബന്ധപ്പെട്ട് ഖിദ്മത്ത് ചെയ്തവരാണ്, സേവനം ചെയ്തവരാണ് എന്നെല്ലാം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, നമുക്ക് ലഭിച്ച ഈ അവസരം നാം നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് മാത്രമേ ഞാൻ ഇവിടെ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങളോട് പറയുന്നുള്ളൂ. നമുക്കറിയാം, നമുക്കിവിടെ ഓർക്കേണ്ട പലരുമുണ്ട്. ഒന്നാമതായി, ഈ സ്ഥാപനത്തിന്, ഈ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഈ സ്ഥാപനത്തിന് അസ്ഥിവാരമിട്ട ബഹുമാനപ്പെട്ട മൊയ്‌ദുൻ നദവി ഉസ്താദ് അവർകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹുവിന്റെ സുഖലോക ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സൗഭാഗ്യമുണ്ടായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഖുർആനിന് നൽകപ്പെടുകയും ആ ഖുർആൻ നൽകപ്പെട്ട ആൾ മറ്റൊരാളെ നോക്കിക്കൊണ്ട് അയാൾക്ക് എന്നേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു ബഹുമാനിച്ച കാര്യത്തിന് അവൻ നിന്ദിക്കുകയും അള്ളാഹു നിന്ദിച്ച കാര്യത്തിന് അവൻ ബഹുമാനിക്കുകയും ചെയ്തവനാണ് എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളെ, അത്രയും വലിയ സ്ഥാനത്തിലേക്ക് എത്താൻ മറ്റൊരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് പറയാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ വിദ്യാർത്ഥികളെ നാം ഏറ്റെടുക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച പ്രത്യേകമായ ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രത്യേക വിദ്യാർത്ഥികൾക്ക് 8 വർഷത്തെ കോഴ്സാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ 8 വർഷം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക മാത്രമല്ല, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതോടുകൂടെ പഠിപ്പിക്കുകയും അതിനുശേഷം ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പഠിപ്പിക്കുകയും അതോടുകൂടെ തന്നെ ബഹുഭാഷാ പാണ്ഡിത്യം 4 ഭാഷകളിൽ സംസാരിക്കാൻ മാത്രമല്ല പ്രസംഗിക്കാനും ലോകത്തിന്റെ ഏത് മൂലകളിൽ ചെന്നുകൊണ്ട് ഇസ്ലാമിന് ദഅവത്ത് ചെയ്യാനും ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുമുള്ള പക്വതയുള്ള പണ്ഡിതന്മാരെയാണ് ഞങ്ങൾ ഇവിടെ ലക്ഷ്യമിടുന്നത്. മറ്റു പല സ്ഥാപനങ്ങളും 10-15 വർഷങ്ങളെ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം ഇൻഷാ അല്ലാഹ് കേവലം 8 വർഷം കൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഈ പണ്ഡിതന്മാരെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഈ മക്കൾ ഇവിടെ നിന്ന് പഠിച്ചു വളർന്നുകൊണ്ട് പോയാൽ, ഇങ്ങനെ പഠിച്ചു വളർന്നുകൊണ്ട് ഏതെങ്കിലും ഓഫീസിന്റെയോ ഏതെങ്കിലും പത്രമാഫീസുകളിലോ ഏതെങ്കിലും അറബികളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളിലോ അവരുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് അവരുടെ ജീവിതം നോക്കിയിട്ട് അവരുടെ കുടുംബത്തിന് വരുമാനമാർഗമാക്കിയിട്ട് പോകുന്ന രീതിയിലുള്ള ഹാഫിളീങ്ങളെയല്ല ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കും. സമൂഹത്തിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ നിലക്കുമുള്ള ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ദീനീ ദഅവത്തിന് വേണ്ടിയും മാറ്റിവെച്ച വഖഫ് സ്വത്തുകൾ കഴിച്ചുകൊണ്ടും അത് നല്ലപോലെ ആസ്വദിച്ചുകൊണ്ടും വളർന്നു വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയുണ്ട് എന്ന ഉത്തരവാദിത്ത ബോധം അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഈ പഠിച്ച പരിശുദ്ധ ഖുർആനിനെ വരും തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആഹ്വാനമായിട്ടാണ് നാം ഇവിടെ പഠിപ്പിച്ചു വിടുന്നത്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ബഹുഭാഷാ പാണ്ഡിത്യം നേടുന്നതോ അല്ലെങ്കിൽ മറ്റു ഭാഷകൾ പഠിപ്പിക്കുന്നതോ ഭൗതികമായ തലങ്ങളിലേക്ക് ഇവരെ ഉയർത്തുന്നതോ ഏതെങ്കിലും ഓഫീസുകളിൽ പോയിരുന്നു കൊണ്ട് അവരവരുടെ ജീവിതം നോക്കാനല്ല, അത് സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയായിരിക്കുമെന്ന് ഞാൻ വീണ്ടും ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം 30 വിദ്യാർത്ഥികളുമായി ഈ സ്ഥാപനം ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും സൗകര്യങ്ങളില്ലാതെ പോകുന്നു എന്ന സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ സ്ഥാപനത്തിന്റെ ഈ കെട്ടിടത്തിന്റെ നിർത്തിവെച്ച പണി പൂർത്തീകരിക്കുന്നതിന് ഇനിയും 7.5 ലക്ഷം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാ ഇന്നലെയും മിനിയാന്നുമായി പലരും ചെറിയ നിലക്കാണെങ്കിലും സ്വർണങ്ങളും അല്ലാതെയും വലിയ നിലക്ക് സംഖ്യകളും ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്. പോരാ, ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ്
എന്റെ ഉയർപ്പിന്റെ ഭാഗമായി കൊണ്ടുള്ള, എന്റെ അധ്വാനത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള എന്റെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ വാഹകരായിക്കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഖാദിമീങ്ങളായിക്കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ അഹ്ൽ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ അഹ്ലുകാരെ വിളിക്കപ്പെടുമ്പോ എന്റെ സമ്പത്ത് ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്, ഞാൻ പരിശുദ്ധ ഖുർആനിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആ കാരണത്തോടെയെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരത്തിന് വേണ്ടി എല്ലാവരും അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, നാം ഇവിടുന്ന് മരണപ്പെട്ടു പോകും. എത്ര കോടീശ്വരനാണെങ്കിലും മരണപ്പെട്ടു പോകും, എത്ര ലക്ഷപ്രഭുവാണെങ്കിലും അവൻ മരണപ്പെട്ടു പോകും. ഇവന്റെ മരണത്തിന് ശേഷം ഇവനക്ക് ഉപകരിക്കുന്നത് ഈ സമ്പത്ത് ഉപകരിക്കണമെങ്കിൽ ഒരുപക്ഷെ അത് ബാങ്കിലിട്ടാൽ, ആ ബാങ്ക് അക്കൗണ്ടിന്റെ പേരിൽ തല്ലുകൂടിയിട്ടോ അതല്ലെങ്കിൽ കുറച്ച് സ്വത്ത് വാങ്ങിച്ചിട്ടാൽ അതിന്റെ പേരിൽ കടിപിടി കൂടുന്ന മക്കളെ സമ്പാദിച്ചുകൊണ്ടോ കാര്യമില്ല. അത് പരിശുദ്ധ ഖുർആനിന്റെ സേവനത്തിന് വേണ്ടി, പരിശുദ്ധ ഖുർആൻ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി, അതിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ചെലവഴിക്കുമ്പോൾ, ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1 രൂപയാണ് ചെലവഴിക്കുന്നതെങ്കിൽ 90 ലക്ഷം രൂപ ചെലവഴിച്ച പ്രതിഫലം ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാം ചെയ്യുന്ന സേവനങ്ങൾ വെറുതെയാകില്ല, ഒരിക്കലും നാം ചെലവാക്കുന്ന പണം വെറുതെയാകില്ല. ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവാക്കുന്ന പണത്തിന്റെ 1 രൂപയ്ക്ക് 90 ലക്ഷം രൂപ ചെലവ് വരുന്ന, 90 ലക്ഷം രൂപ സംഭാവന ചെയ്ത് സ്വതക്ക ചെയ്ത പ്രതിഫലമുണ്ടെങ്കിൽ ആ ഇൽമിൽ തന്നെ ഏറ്റവും വലിയ ഇൽമ് പരിശുദ്ധ ഖുർആനാണെന്നിരിക്കെ ആ ഖുർആനിന് ചെലവഴിക്കുമ്പോ, അതിന്റെ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ, അത് പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോ, അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ, അതിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോ സമൂഹമേ മനസ്സിലാക്കണം, ഇതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല, ഇതൊരിക്കലും നമുക്ക് വെറുതെയാകൂല. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വാഹകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന സമയത്ത് പോകാനുള്ള ഒരു അവസരം ലഭിച്ചാൽ അവർക്ക് പിന്നെ ഹിസാബില്ല, അവർക്ക് പിന്നെ മറ്റു ശിക്ഷകളില്ല, സിറാത്ത് എന്ന പാലത്തിലെ പ്രയാസം അവർക്കില്ല. അവർക്ക് ഈ ഹാഫിളീങ്ങളെ കൈകളെ പിടിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥികളെ, ഈ ഹാഫിളീങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആലിമീങ്ങളെയും ശുഹദാക്കളെയും വിളിച്ചു നിർത്തിയിട്ട്, 2 കൂട്ടരെയും പ്രത്യേകം വിളിച്ചു നിർത്തിയിട്ട് പറയും, ശുഹദാക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക. ആലിമീങ്ങളോട് പറയും, നിങ്ങൾ പോകാൻ വരട്ടെ, നിങ്ങൾ പോകാനായിട്ടില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, നിങ്ങളോട് ആരുടെയെല്ലാം നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ, ആ ആളുകളെ മുഴുവനും വിളിച്ചുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയപ്പെടുമ്പോ അങ്ങനെയുള്ള ഹാഫിളീങ്ങളെ, അങ്ങനെയുള്ള ആലിമീങ്ങളെ നാം ഈ സ്ഥാപനം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ വലിയ സ്ഥലങ്ങളിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്കോ പറഞ്ഞേക്കുമെന്നല്ല അല്ല ഞങ്ങൾ അവകാശപ്പെടുന്നത്. യഥാർത്ഥ ലോകത്തിലെ, യഥാർത്ഥമായ പരലോകത്തിന്റെ അവിടെ അനശ്വരമായിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിലെ വിജയമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും അത് പരിപൂർണമായിട്ടും പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളുടെ സുമനസ്സുകളുടെ സഹായം അതിന് അത്യാവശ്യമാണ്. എല്ലാവരും സഹായിക്കേണ്ടതുണ്ട്. ഒരാളും അതിൽ നിന്ന് മാറി നിൽക്കരുത്. അവനവന് കഴിയാവുന്ന, അത് സ്വർണമാണെങ്കിലും സമ്പത്താണെങ്കിലും ഏത് നിലക്കാണെങ്കിലും, നമുക്കറിയാമല്ലോ നമ്മുടെ മഹല്ലിന് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ഇതൊക്കെ ആരാണ് ഇങ്ങോട്ട് സംഭാവന ചെയ്തത്? ദീനീ ഖിദ്മത്തിന് വേണ്ടി, ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മുടെ പൂർവികരായ ആളുകൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് പള്ളിക്ക് വേണ്ടിയും ദർസിന് വേണ്ടിയും വഖഫ് ചെയ്തു. നാം എന്തു ചെയ്തു മുഅ്മിനീങ്ങളെ? നാം എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തത്? പരിശുദ്ധമായിട്ടുള്ള ആ മഹ്ശറിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അവരൊക്കെ, മുൻഗാമികളായ ആളുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ, ദീനിനു വേണ്ടി ഞാൻ ചെലവഴിച്ചത് പറയുമ്പോ നമുക്ക് എന്താണ് പറയാനുള്ളത്? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനമുണ്ടാക്കണം. അതിനുവേണ്ട സഹായങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനീതമായി വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതോടുകൂടെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടാവലുണ്ട്, കല്യാണങ്ങൾ ഉണ്ടാവലുണ്ട്, മറ്റു പല സദ്യകൾ ഒരുക്കിക്കൊണ്ട് പലരെയും നിങ്ങൾ സൽക്കരിക്കാറുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഞാൻ വേദനയോടുകൂടെ പറയുകയാണ്, ഞാൻ വന്ന് ഇത്രയും ദിവസം, ഇത്രയും മാസങ്ങളായിട്ടേ ഉള്ളൂ, ഞാൻ വേദനയോടുകൂടെ പറയുന്നു, ഇപ്പോഴും ഈ കുട്ടികൾക്ക് വേണ്ടി അങ്ങാടിയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടുവന്ന് ഭക്ഷണമുണ്ടാക്കിയിട്ട് ആ കഴിക്കുന്നൊരു
ഒരു സ്ഥിരമായ സംവിധാനം മാത്രമാണ്. അതായത് മറ്റേതെങ്കിലും പരിപാടികളിൽ നിന്നുള്ള വിഭവങ്ങളോ മറ്റോ ഒന്നും നമ്മുടെ മക്കളെ കുറിച്ച് ഓർമ്മയില്ലാതെ പോകുന്നൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ഒരു ആഘോഷം വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മക്കളെക്കാൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ മഹല്ലിൽ നമ്മെ സ്വാധീനിച്ച്, നമ്മെ ആഗ്രഹിച്ചുകൊണ്ട്, നമ്മെ ലക്ഷ്യമിട്ടുകൊണ്ട്, നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് ഇവിടെ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ സ്വന്തം വീട്ടിലെ മക്കളെക്കാൾ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടതുണ്ട്. കാരണം ഈ മക്കൾ ഖുർആൻ പഠിക്കുന്നവരാണ്. സദാസമയം നിങ്ങൾ വന്നു നോക്കൂ, ഈ മക്കളുടെ വായിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ശ്രവണസുന്ദരമായ ഓരോ ആയത്തുകളും ഇങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഒരു ഭാഗമാകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിന് ചെയ്തിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ, ഇടയ്ക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടോ, നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു 30 വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം മാറ്റിവെച്ചുകൊണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് ആ മക്കളെയും നമ്മുടെ വീട്ടിൽ വളരുന്ന മക്കളെ പോലെ നല്ല രീതിയിൽ വളർത്താൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മുഅ്മിനീങ്ങളെ, പൊതുവായി എനിക്ക് പറയാനുള്ളത്, ഈ മക്കളെ നിങ്ങൾ ഈ സമൂഹത്തിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനമാക്കി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് ഒരുപാട് കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട്. അതൊരാളും കാണാതെ പോകരുതേ. ആ ഉസ്താദന്മാരുടെ കഠിനാധ്വാനം നിങ്ങൾ ഒരിക്കലും കാണാതെ പോകരുതേ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ കഴിയുന്ന ഒരൊറ്റ കുഞ്ഞിനെ നിങ്ങൾക്ക് അദബ് പഠിപ്പിച്ചുകൊണ്ട് വലുതാക്കി വലിയ ആളാക്കാൻ നിങ്ങൾ എത്ര ശ്രമം നടത്തിയാലും ഒരുപക്ഷേ അധിക രക്ഷിതാക്കളും അവിടെ പരാജയപ്പെട്ടു പോകുമ്പോൾ ഇത്രയും കുട്ടികളെ കേവലം 1-2 ഉസ്താദന്മാർ അവരെ തർബിയത്ത് ചെയ്തുകൊണ്ട്, അവരെ പഠിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഒരുപാട് മറ്റു വിദ്യാഭ്യാസങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് സമൂഹത്തിന് എല്ലാ നിലക്കും ഉപകരിക്കുന്ന ഒരു നല്ലൊരു പണ്ഡിത ശൃംഖലയായി വാർത്തെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. അതുകൊണ്ട് ആ ഉസ്താദന്മാരെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാരെയും അതിന്റെ സ്ഥാപനത്തെയും ഈ വിദ്യാർത്ഥികളെയും നിങ്ങളെല്ലാവരും അതേ ബഹുമാനത്തോടുകൂടെ, അതേ ആദരവോടുകൂടെ, അതേ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ കാണണം. നമ്മുടെ സമ്പത്തിന്റെയും നമ്മുടെ അധ്വാനത്തിന്റെയും ഒരു ഭാഗം സ്ഥിരമായി സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്പസമയം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് സദസ്സിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനി ഖിദ്മത്തിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു ഇഹത്തിലും പരത്തിലും ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ വെക്കേഷൻ ക്ലാസ് തുടങ്ങുന്നത് 11-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളൊക്കെ തിങ്കളാഴ്ച കുട്ടികളെയും കൊണ്ടുവരണം. വെറും കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാക്കളും കൂടെ വന്നുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ മേടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്ഥാപനത്തിൽ കുറച്ചു നാളത്തെ ആ വെക്കേഷൻ സമയത്തുള്ള അവർക്കുള്ള വിദ്യാഭ്യാസം, ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതോടുകൂടെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച, ഇവിടെ 10-ാം തീയതി ഞായറാഴ്ച ഹിഫ്ളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ്. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒരു 10 വയസ്സ് കഴിഞ്ഞ, ഒരു 15 വയസ്സ് എത്താത്ത, അതിൽ ഇടയിലുള്ള ഒരു 12-13 വയസ്സിന്റെ ഒക്കെ ഇടയിലുള്ള 5-ാം ക്ലാസ് മദ്രസയിൽ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങളിവിടെ ഇന്റർവ്യൂ നടത്തുന്നത്. ആ ഇന്റർവ്യൂവിന് ഹാജരാവുകയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആ ഇന്റർവ്യൂവിൽ പാസ്സാവുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ട് അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ദർസി സിസ്റ്റം നമുക്കെല്ലാവർക്കും അറിയാം. പാരമ്പര്യമായിട്ടുള്ള ദർസ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും അത് അസ്തമിച്ചു കഴിഞ്ഞു. പക്ഷേ അതിനെ സജീവമാക്കാൻ വളരെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഹമ്മദ് അൽ ഖാസിമി ഉസ്താദ് അവർകൾ രംഗത്തുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇരുത്തിക്കൊണ്ടൊന്നും പുകഴ്ത്തി പറയുന്നില്ല. അതവർ അറിയുന്നവർക്കെല്ലാം അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിക്കാൻ വലിയ പ്രയാസമില്ല, പക്ഷെ അത് ജീവിതം മുഴുവൻ നിലനിർത്താൻ വല്ലാത്ത പ്രയാസമാണ്. വിദ്യാർത്ഥികൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. പലയിടത്തും ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. ആദ്യം തന്നെ ചോദിക്കുന്നത് സ്കൂളുണ്ടോ എങ്കിൽ കുട്ടികളെ പഠിപ്പിക്കൂ എന്നാണ്. പക്ഷേ അങ്ങനെ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥാപനങ്ങളും പോയി നിങ്ങളൊന്ന് അന്വേഷിക്ക്. ആ സ്കൂളോടുകൂടെ പഠിച്ച
വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം ഹിഫ്ളുണ്ട്, അവരെത്രമാത്രം ഇത് നിലനിർത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന ഈ ഹിഫ്ളുൽ ഖുർആന്റെ കോളേജിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ എവിടെ? അവർ പലരും ആ പരിശുദ്ധ ഖുർആനെ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ വളർന്ന് മറ്റൊരു നിലയ്ക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, വലിയ സ്ഥാനമുള്ള, വലിയ സ്ഥാനമാനങ്ങൾ പരലോകത്ത് നൽകുന്ന, ഇഹലോകത്ത് നൽകുന്ന വലിയ കാര്യമാണ്. പക്ഷേ അത് മനപ്പാഠമായാൽ പിന്നെ മറന്നു പോവുക എന്നത് ഗുരുതരമായ തെറ്റാണ്. അത് മറന്നുപോയാൽ അത് വലിയ തെറ്റാണ്. അതിന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനെ മനപ്പാഠമാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ്. ആ ഒട്ടകം എപ്പോഴും കയറ് പൊട്ടി ചോടാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നതുപോലെ ഈ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയവുമായിട്ട് ഹൃദയ ബന്ധം വിച്ഛേദിച്ചു കൊണ്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. തള്ളിക്കളയരുതേ. ആ പരിശുദ്ധ ഖുർആനിനെ ദിവസവും പാരായണം ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തണേ, ആയുസ് മുഴുവനും നിലനിർത്തണേ എന്ന് മാത്രം വസിയത്ത് ചെയ്തുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് സലാഹുദ്ദീൻ വൈസി അവர்களോട് വീണ്ടും, അതുപോലെ സദസ്സിനോട് വീണ്ടും അല്പസമയം കൂടിപ്പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.